പ്ലീസ് സിറ്റ് ഡൗൺ. അവിടെ ഇരിക്കണോ? ആ, കൈകൾ നൂർത്ത് നോക്കൂ, കണ്ണുകൾ അടയ്ക്കൂ. ആ, ഡീപ് ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. സ്ലീപ്. 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 റെഡി. ഡോക്ടറെ, ചേട്ടന് ഉറങ്ങി. എങ്ങോട്ടെങ്കിലും പോയാലോ? ചേട്ടൻ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ. അതല്ല, അടുത്ത ഘട്ടത്തിലേക്ക് പോയാലോ ട്രീറ്റ്മെന്റിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കുഴപ്പമില്ല, അത് പോവാം. പിന്നെ ഡോക്ടറെ, എനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഏതാണ്? അത് എന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് ഇങ്ങേരുടെ ശമ്പളം ഈ വീട്ടിലോട്ട് എത്തിയിട്ടില്ല. അത് എവിടെ പോയി അതെനിക്കറിയണം. ചോദിച്ചു, നേരിട്ട് ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിച്ചു. നിങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തിന്റെ എല്ലാ കറക്റ്റ്. പുള്ളിക്ക് ഇനി കള്ളം പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചോട്ടെ? കുഴപ്പമില്ലല്ലോ, ചോദിച്ചോട്ടെ. പ്രബുല്ലൻ ചേട്ടാ, ചേട്ടാ, ആ, രമയാണ് രമ. ആ, പിന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് ചേട്ടന് സാലറി കിട്ടുന്നുണ്ടായിരുന്നില്ലേ? ആ, കിട്ടണുണ്ടായി. എന്നിട്ട് അത് എവിടെ പോയി? അതെവിടെ പോയി? ആർക്ക് കൊടുത്തെന്ന്? സാലറി ജാസ്മിന് കൊടുത്ത്. ജാസ്മിനാ? ഏത് ജാസ്മിൻ? ഏതാ ഈ ജാസ്മിൻ എന്ന്? പോലീസ് സ്റ്റേഷന്റെ പടിഞ്ഞാറയിലുള്ളതേ, ആ ഇടവഴിയില്ലേ, ആ, അതിലേ പോകുമ്പോ കാണുന്ന ഫസ്റ്റ് വീട്ടിലെ ജാസ്മിൻ. നല്ല വെള്ളാരം കണ്ണുള്ള, ഉരുളമുടിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള സുന്ദരി കുട്ടിയാണ് ജാസ്മിൻ. അവളാണ് അപ്പൊ നിങ്ങളുടെ മനസ്സ് നിറച്ചു? അല്ല, അവളേ അവക്ക് ഫേഷ്യൽ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ബ്യൂട്ടി പാർലറിൽ പോണെന്ന് പറഞ്ഞപ്പോ 2 മാസത്തെ ശമ്പളം ഞാൻ അങ്ങ് കൊടുത്ത്. അടുത്ത മാസത്തെ ശമ്പളം ഞാൻ കൊടുക്കട്ടെ. അതെന്തിന്? അവള് പെഡിക്യൂർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങക്ക് നാണം ഉണ്ടാ മനുഷ്യ? നിങ്ങളുടെ കൂടെ ഞാൻ ഇത്രയും നാളും ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്നോടൊരു തുള്ളി കൂറില്ലാതെ പോയല്ല. അവക്ക് നിങ്ങൾ പെഡിക്യൂർ കൊടുക്കും, പൈസ കൊടുക്കാൻ പോണല്ലേ? മറ്റേത് ചോദിക്കുന്നത് എനിക്ക് ഇനി ഒന്നും ചോദിക്കണ്ട. ഇങ്ങനെ ഉണർത്ത്, ഇങ്ങനെ ഉണർത്താൻ. യക്ഷിയുടെ കാര്യം, യക്ഷി മർദ്ദയുടെ കാര്യം എനിക്കറിയണ്ട. ഞാൻ ചോദിക്കാം. അതെ, ഹലോ, കേക്കാമല്ലോ. അതായത് കള്ളനെ ഇട്ട് ഓടിച്ചപ്പോഴാണല്ലോ നിങ്ങൾ മതിലെടുത്ത് ചാടിയെന്ന് പറയുന്നത്. ഏത് കള്ളനിട്ട് ആരും ഓടിച്ചു? നിങ്ങൾ അന്ന് രാത്രി 12 മണിക്ക് വെള്ളിയാഴ്ച കള്ളനെ ഇട്ട് ഓടിച്ചില്ലേ? കള്ളനെ ഓടിച്ചല്ല, അത് ഞാൻ അവളോട് നോണ പറഞ്ഞു. അപ്പൊ എന്താണ് സംഭവം? ഞാനൊന്ന് ജാസ്മിന്റെ വീട്ടിൽ പോയതാണ്. ജാസ്മിന് പരിപ്പോടയും, മൊരിഞ്ഞ പരിപ്പോട, ചൂടൻ പരിപ്പോട ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ 10 പരിപ്പോടയും മേടിച്ചോണ്ട് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഞങ്ങൾ 1ഉം 2ഉം പറഞ്ഞ് വർത്താനം പറഞ്ഞ് രാത്രി ഒരു 10-12 മണിയായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ. ഇറങ്ങിയ മഞ്ഞ വഴിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടി എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ സാറ് പോലീസല്ലേ? പട്ടിക്കറിഞ്ഞൂടില്ല, ഞാൻ പോലീസാണ്. അത് എന്നെ നോക്കി കുരച്ച് ലാസ്റ്റ് എന്നെ ഓടിച്ചിട്ട് അങ്ങനെ ഓടി ഞാനൊരു മതിലെടുത്ത് ചാടിയപ്പോ അത് ശ്മശാനം വരുന്നു. അങ്ങനെ പറ്റിയതാണത്. അറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇനി ഇങ്ങനെ മര്യാദ ഉണർത്തു ഡോക്ടറെ.